धार्मिक हिंदी साहित्य का आदिकाल धार्मिक उथल पुथल का युग था। इस काल के भारतीय जीवन में विभिन्न धार्मिक मतेतरों का प्रचार था। मूर्ति पूजा, आत्मपीड़न द्वारा मोक्ष प्राप्ति की आशा, वृक्षों और सर्पों आदि की पूजा को ही धर्म का प्रधान रूप मान लिया गया था. എന്താ പറയുന്നത്, ഹിന്ദി സാഹിത്യത്തിലെ ധർമ്മത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ മതത്തിൻ്റെ എത്ര ഹിന്ദി സാഹിത്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ എന്തോരം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയണത്. അതിൽ മതത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൂർത്തി പൂജ, അതായത് വിഗ്രഹാരാധന, വൃക്ഷങ്ങളെയും സർപ്പങ്ങളെയും പൂജിക്കുക എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നതിൻ്റെ ഒരു രൂപരേഖ ആയിരുന്നത്. രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റിൽ അതായിരുന്നു എന്ന്. हिंदी प्रदेशों और उसकी सीमाओं के आसपास जैन धर्म, बौद्ध धर्म के वज्रयामी रूप, तांत्रिक मत, रसेश्वर साधना, उमा महेश्वर योग साधना, सोम सिद्धांत, वामाचार सिद्धांत और नाथ पथ, शैव मत, वैष्णव मत, शक्त मत आदि विभिन्न मत प्रचलित थे. പലതരത്തിലുള്ള മതങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് പ്രചരിച്ചിരുന്നത്. ജൈൻ, വൈഷ്ണവ്, ശൈവ്, ശക്ത് ആദി സമ്പ്രദായോं की प्रतिनिधित्व രാഷ്ട്രീയ ശക്തി का हास कर रही थी. എന്താ പറയുക, രാഷ്ട്രീയ ശക്തികളെ ഹാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ആചാരങ്ങൾ എന്നാണ് പറയുന്നത്, അവരുടെ സമ്പ്രദായങ്ങൾ. ഓക്കെ, जनता में एक तो इन विभिन्न मतों के कारण अराजकता उत्पन्न हुई. दूसरे, जब कोई विशेष मत प्रचलित होता तो वह उसके केवल सतही रूप तक ही रहकर विविध प्रकार के क्रमकांडों और आडंबरों एवं मिथ्या विश्वासों में फंस जाती थी और उन्हीं को मोक्ष का साधना समझ बैठी थी. എന്താ പറയണേ, ഒരു പുതിയ മതം അല്ലെങ്കിൽ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അതിന് കൂടുതലായിട്ട് അനുഷ്ഠാനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. അത് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓരോ അനുഷ്ഠാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ലെങ്ത്ത്, അനുഷ്ഠാനങ്ങൾ ചെയ്യണതിൻ്റെ ലെങ്ത്ത് കൂട്ടാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതൊരു വിശേഷമായ, അതായത് എല്ലാവരും പറഞ്ഞു മനസ്സിൽ ഉറപ്പിക്കുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ ഇത് നടക്കില്ല. ഇപ്പോൾ സർപ്പത്തിന് പാല് കൊടുത്തില്ലെങ്കിൽ സർപ്പദോഷം മാറില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ്, അതായത് അന്ധമായ വിശ്വാസത്തിലേക്ക് നയിക്കുക. അതായത് അന്ധമായ വിശ്വസിക്കുക, ഒരു മതത്തിൽ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിൽ അന്ധമായി വിശ്വസിക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു തുടങ്ങി നാളുകളിലുള്ളിൽ. അതായത് ഒരു കാര്യത്തിന് തന്നെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയ ആൾക്കാർ. आचार्यों का विचार कम कुछ भी रहा हो, किंतु उससे इस समय जन साधारणों में आडंबर, क्रमकांड, मिथ्या विश्वास, संसार की असरदा, इस लोग से अधिक परलोक की चिंता, भाग्यवाद आदि बातों के प्रचार हुआ. परिणाम स्वरूप जीवन में उदासीनता व्याप्त हो गई. എന്താ പറയുക, അന്ധവിശ്വാസങ്ങളുടെയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എന്തുണ്ടായി, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യം ഉണ്ടായിരുന്നൊരു സന്തോഷവും ഉന്മേഷമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങി. അതൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. आदिकालीन धार्मिक परिस्थिति का एक परिणाम यह हुआ कि सारा देश उनका प्रतिस्पर्धी धार्मिक दलों में विभाजित हो गया. अधिकांश लोग वेद विहित और ब्राह्मण धर्म में मिल गया. कुछ लोग इस्लाम धर्म के अनुयायी हो गए और कुछ लोग ऐसे भी थे जो किसी के साथ समाज से സ്ഥാപിത് नहीं कर सके. എന്തുണ്ടായ, എല്ലാ ആൾക്കാരും എന്തായി, പല മതങ്ങളിൽ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളായിട്ട് അതായത് വിഭജിക്കപ്പെട്ടു.
അവരവർക്ക് ഇഷ്ടമുള്ള ഓരോ ഗ്രൂപ്പുകളിൽ ചേർന്നു, അതായത് മതത്തിൽ ചേരുകയും മതത്തിൽ ചേർന്നു കുറേ പേര് കൂടുതൽ ആൾക്കാർ ബ്രാഹ്മണ ധർമ്മത്തിലേക്കാണ് ചേർന്നത്. അതായത് ബ്രാഹ്മൺസിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഇതിലേക്കാണ്, അവരുടെ ബ്രാഹ്മൺസിൻ്റെ കൺസെപ്റ്റ്, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ്. പിന്നെ കുറേ പേര് ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ഒന്നും സ്വീകരിക്കാതെ ഒന്നിലും പെടാത്ത ആൾക്കാരായിട്ട് നിന്നു. ഇതൊക്കെ എന്തായി, ആൾക്കാർ തമ്മിൽ പല മതങ്ങളായിട്ട് വിഭജിക്കുകയും എന്തുണ്ടായി, അവർ പരസ്പരം തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സാമാജിക്. ഹിന്ദി സാഹിത്യ के प्रारंभिक काल में परंपरागत ब्राह्मण, क्षत्रियों, वैश्य और शूद्र नामक चार प्रधान वर्ण तो थे ही, किंतु समाज अन्य अनेक वर्णों, जातियों, उपजातियों में विभक्त हो गया था. जिस प्रकार वर्ण व्यवस्था हो गई थी, उसी प्रकार ആശ്രം ധർമ്മ കാ ഹാസ്. എന്താ പറയുന്നത്, സാമാജിക് എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള കൺസെപ്റ്റാണ് ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ വരുന്ന ഹിന്ദി സാഹിത്യത്തിലെ പ്രാരംഭക കാലഘട്ടത്തിൽ പരമ്പരാഗത അതായത് ബ്രാഹ്മൺസിൻ്റെ ക്ഷേത്രീയ പിന്നെ ബ്രാഹ്മിൻസ്, പിന്നെ ക്ഷത്രിയർ, വൈശ്യവ്, ശൂദ്ര നാമക്, അതായത് പല പല ജാതികളായിട്ട് തന്നെ അവർ മാറാൻ തുടങ്ങിയത്. അതിന് ഓരോ ജാതിക്ക് തന്നെ പല പല ഉപജാതികളായിട്ടും അവർ വിഭജിക്കപ്പെട്ടു. हो गया था. उस समय व्यक्ति के उदान के साधन पर दिखावा मात्र रह गया था. विवाह योग्य अवस्था धीरे धीरे कम हो रही थी, जिसका अंत बाल विवाह में हुआ. स्त्री किसी न किसी पुरुष के अभिभावक रहने लगी और उसके धार्मिक अधिकार कम होने लगे. घरों में ब्राह्मणों के माध्यम द्वारा अनेक संस्कार और कर्मकांड संपन्न किए जाते थे. എന്താ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഈ കാലത്ത് എന്തായി തുടങ്ങി, ആൾക്കാർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചേർന്ന് മറ്റ് ആൾക്കാർ കാണുന്നതിന് വേണ്ടി മാത്രം ചെയ്തു തുടങ്ങിയത്. അതായത് ദിക്കാവയ്ക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളായി മാറി. കല്യാണം, അതായത് വിവാഹം എന്ന് പറയുന്നത്, വിവാഹത്തിൻ്റെ പ്രായം അല്ലെങ്കിൽ യോഗ്യ അവസ്ഥ എന്ന് പറയുന്നത് കുറഞ്ഞ് ബാലവിവാഹത്തിൽ വന്നു നിന്നു. സ്ത്രീക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ്റെ, അതായത് ഇന്ന പുരുഷനെന്നല്ല, ഒരു പുരുഷന് സ്ഥിരമായിട്ടല്ല, ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുക എന്ന അവസ്ഥയായി. സ്ത്രീകൾക്ക് അവരുടെ ധാർമ്മിക മതപരമായ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അധികാരങ്ങളും അവകാശങ്ങളും കുറഞ്ഞു തുടങ്ങി. അവരുടെ മതപരമായ അധികാരങ്ങളും അവകാശങ്ങളും ബ്രാഹ്മണ വീടുകളിൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ ചെയ്തു പോന്നു. हिंदी साहित्य के आदिकाल के समय में उत्तर भारत की जीवन पद्धति बहुत दृढ़ नहीं थी. उस समय भारतीय मानव बहुमुखी परंपराओं से बंद हो गया था. അതായത് പണ്ട് ഹിന്ദി സാഹിത്യ ആദ്യകാലങ്ങളിൽ ഉത്തരേന്ത്യയിലെ അതായത് ഉത്തര ഭാരതത്തിൽ അവിടെ ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ജീവിത രീതികൾ എന്തായിരുന്നില്ല എന്ന്, കഠിനമായിരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തായിരുന്നു, ആചാരാനുഷ്ഠാനങ്ങളും അവർ ബന്ധപ്പെട്ടിരുന്നു എന്ന്. വളരെയധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പോഴും ഉണ്ടായിരുന്നു. जन्म से लेकर मृत्यु पर्यंत उसके प्रत्येक कार्य के लिए मंत्र और विधान बन गए थे. അതായത് ജനനം തൊട്ട് മരണം വരെയുള്ള ആ സമയത്ത് ഓരോ ഘട്ടങ്ങളിലും ചെയ്യേണ്ട ധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ മന്ത്രോച്ചാരണങ്ങളും ഉച്ചരിക്കാനുള്ള മന്ത്രങ്ങളും വളരെ അധികമായിരുന്നു. छुआछूत और जाति भेद धर्म के आवश्यक तत्व समझने लगे थे. मुसलमानों के आक्रांत होने के बाद भारत के राजपूतों में युद्धोन्माद का
ആവിർഭാവ് ഹോന സ്വാഭാവിക് ത എന്ന് പറയുന്ന അതായത് തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ എന്ന കൺസെപ്റ്റൊക്കെ കൺസെപ്റ്റ് നിലനിന്ന് അതായത് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് മെയിൻ മഹത്വപൂർണ്ണമായ കാര്യമെന്നാണ് അവർ കണ്ടിരുന്നത്. പിന്നെ അതായത് മുസ്ലിംസ് മുസൽമാന്മാരെ ആക്രമിച്ചതിന് ശേഷം രാജ്പൂത്തര് എന്താ യുദ്ധം ചെയ്യുക എന്നതിനെ യുദ്ധം ചെയ്യുന്നതിനോട് കൂടുതൽ അവരെ യുദ്ധം ചെയ്യാനായിട്ട് കൂടുതൽ അവർ തൽപരരായത്. हिंदी साहित्य के आदिकाल में अनेक महत्वपूर्ण वीरगाथाएं मिलती है. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കാരണം നമുക്ക് എന്ത് കിട്ടി? അതായത് വീരന്മാരുടെ കഥകളും മറ്റും കാണാനായിട്ട്. കാരണം എന്താണ്? അന്നുണ്ടായ യുദ്ധങ്ങളും മറ്റുമാണ്. ഉൻസെ രൺബേരി കാ നിനാന്ത് ഹി സുനായി പഠിത്ത ഹെ. രൺബേരിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കിട്ടുന്നത്. വിവിധ് രാസോ ഗ്രന്ഥ് ഇസ് ബാത് കി പ്രമാണിതത്തെ. അതായത് പലതരത്തിലുള്ള രാസ് ഗ്രന്ഥ് ഇതിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് തരുന്നുണ്ടെന്ന്.